നിലമ്പൂർ കോൺഗ്രസിനെ കൈവിട്ടതെന്തുകൊണ്ട്? നിലമ്പൂരിൽ കളമൊരുങ്ങുന്നത് മണ്ഡല ചരിത്രത്തിലെ മൂന്നാമത്തെ ഉപതെരഞ്ഞെടുപ്പിന്. മലപ്പുറം ജില്ല നിലവിൽ വരുന്നതിന് മുൻപേയുള്ള മണ്ഡലമാണ് നിലമ്പൂർ. 1965 മഞ്ചേരി മണ്ഡലം വിഭജിച്ചാണ് നിലമ്പൂർ മണ്ഡലം രൂപീകരിച്ചത്. CPM-ലെ കെ കുഞ്ഞാലിയായിരുന്നു ആദ്യ MLA. 1967 കുഞ്ഞാലി വിജയം ആവർത്തിച്ചു. 2 തവണയും തോൽപ്പിച്ചത് ആര്യാടൻ മുഹമ്മദിനെ. അതാണ് ആകെ CPM-ന് പറയുവാനുള്ള നിലമ്പൂരിലെ അവരുടെ വിജയഗാഥ. അതിനുശേഷം കോൺഗ്രസിന്റെ തേരോട്ടമായിരുന്നു. സത്യത്തിൽ കോൺഗ്രസിന് അപ്രമാദിത്യമുള്ള മണ്ഡലമാണ് നിലമ്പൂർ. എന്നാൽ അത് നഷ്ടപ്പെട്ടതെങ്ങനെ? കോൺഗ്രസിന് കഴിഞ്ഞ 2 ടേമിൽ, 2016-ലും 2021-ലും, കഴിഞ്ഞ 2 ടേമിലും കോൺഗ്രസിന് അടിതെറ്റിയത് എന്തുകൊണ്ടാണ്? 2016-ൽ ആര്യാടൻ മുഹമ്മദ് പിന്മാറി മകൻ ആര്യാടൻ ഷൗക്കത്ത് മത്സരരംഗത്തിറങ്ങുകയായിരുന്നു. അതായത് മകനു വേണ്ടി കളമൊഴിഞ്ഞു കൊടുക്കുവാൻ തയ്യാറായി ആര്യാടൻ മുഹമ്മദ്. പക്ഷേ ജനങ്ങളത് അംഗീകരിക്കുവാൻ തയ്യാറായില്ല. മക്കൾ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കണ്ട എന്ന് ചിലപ്പോൾ ജനങ്ങൾ കരുതി കാണും. കാരണം കഴിഞ്ഞ 30ഓളം കൊല്ലങ്ങളായി ഒരാളെ തന്നെ സഹിക്കുന്ന ജനങ്ങൾ ഇനി മകനെ കൂടി സഹിക്കേണ്ടി വന്നാലോ എന്ന് ചിന്തിച്ചു കാണണം. പക്ഷെ അന്ന് സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. കൂടെ നിന്നവർ തന്നെ പാലം വലിച്ചു. അന്നത്തെ കോൺഗ്രസ് നേതാക്കളിൽ ഒരു വിഭാഗവും, കൂടാതെ DCC പ്രസിഡന്റൊക്കെ ആയ BV പ്രകാശുമൊക്കെ ചേർന്ന് ഒരു മുട്ടം പണി ആര്യാടൻ ഷൗക്കത്തിന് കൊടുത്തു 2016-ൽ. അങ്ങനെ 2016-ൽ കോൺഗ്രസിനെ നിലമ്പൂർ മണ്ഡലം കൈവിടുന്നു. 2016-ൽ 11,504 വോട്ടിനാണ് ഷൗക്കത്ത് അന്ന് പരാജയപ്പെട്ടത്. സത്യത്തിൽ ഇത് കോൺഗ്രസിന്റെ ഒരു ഉറച്ച മണ്ഡലമാണ്. എന്നിട്ടും തോറ്റുപോയി. 2021-ലും സംഭവിച്ചതും മറ്റൊന്നല്ല. അതും കൂടെ കൂടിയവർ പണിഞ്ഞ പണിയിൽ പരാജയപ്പെട്ടതാണ് കോൺഗ്രസ്. പക്ഷേ കാലത്തിൻ്റെ കാവ്യനീതി എന്നത് നമുക്കവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് അന്ന് ഇടത് സ്വതന്ത്രനായ അൻവറിനോട് മത്സരിച്ചത് നേരത്തെ പാരപണിഞ്ഞ VV പ്രകാശായിരുന്നു. 2016-ൽ ഷൗക്കത്തിനെ എങ്ങനെ തോൽപ്പിക്കാൻ ശ്രമിച്ചോ അതുപോലെയോ അല്ലെങ്കിൽ അതിൽ നിന്നും അല്പം ദയനീയമായിട്ടോ തന്നെയാണ് പ്രകാശും തോൽവിയേറ്റി വാങ്ങി നിലമ്പൂരിൽ. 2794 വോട്ടിനാണ് അന്ന് അൻവർ വിജയിച്ചത്. എന്നാൽ അൻവർ എന്ന ഇപ്പോൾ ഗതിയില്ലാതെ അലയുന്ന ഒരുത്തനെ ഈ മണ്ഡലം ജനങ്ങൾ നൽകിയപ്പോൾ അതിനെ നശിപ്പിക്കാവുന്നതിൻ്റെ അത്രയും നശിപ്പിച്ച, ജനങ്ങളെ ഇത്രത്തോളം വെറുപ്പിച്ച ഒരുത്തൻ്റെ കുത്തിക്കഴപ്പ് കൊണ്ടുണ്ടായതാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ്. ഒരു ചെറിയ മാർജിനിലാണ് പ്രകാശിന് വിജയം നഷ്ടപ്പെട്ടത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, പ്രകാശിന് ലഭിച്ചത് കുറച്ചുകൂടി ദയനീയമായ തോൽവിയായിരുന്നു എന്ന്. അങ്ങനെ കൂടെ നിന്നവർ ഒറ്റുകൊടുക്കുകയും പഴയ കോൺഗ്രസ്സുകാരൻ തന്നെ എതിർ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തപ്പോൾ കോൺഗ്രസിൻ്റെ നിലമ്പൂർ സത്യത്തിൽ കൈവിട്ടു. എന്നാൽ ഇന്നത്തെ, അതായത് ഈ 2025-ലെ അവസ്ഥ അതല്ല കേട്ടോ. കോൺഗ്രസിനൊരു അനുകൂല കാലാവസ്ഥയുണ്ട്. ഇപ്പോഴത്തെ അൻവറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നാശമായിട്ട് ഗതികെട്ട ഒരു അവസ്ഥയിലാണ്. അയാളുടെ കൂടെയുള്ളവർക്ക് പോലും നാണക്കേട് തോന്നുന്ന തരത്തിൽ ആയി മാറിയിരിക്കുന്നു അൻവറിൻ്റെ ഇപ്പോഴത്തെ ഗതികെട്ട അവസ്ഥ. അതിനു മുൻപ് നിലമ്പൂരിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട്, അത് നമ്മൾ അറിയേണ്ടത്. അതായത് 1965 മുതൽ ആര്യാടൻ മുഹമ്മദ് സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടായിരുന്ന മണ്ഡലമാണ് നിലമ്പൂർ. 65-ലും 67-ലും CPM-ലെ കുഞ്ഞാലിയോട് പരാജയപ്പെട്ട ആര്യാടൻ 69-ൽ കുഞ്ഞാലി വധവുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ടതോടെ മത്സര രംഗത്ത് നിന്നും മാറി നിൽക്കേണ്ടി വന്നു. എന്നാൽ 87-ൽ 10,333 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ CPM-ലെ ദേവദാസ് പൊറ്റക്കാടിനെ തോൽപ്പിച്ച് ആര്യാടൻ തിരിച്ചു വന്നു. 1987, 91, 96, 2001, 2006, 2011 തെരഞ്ഞെടുപ്പുകളിൽ ആര്യാടൻ മുഹമ്മദിന് മണ്ഡലം തുടർച്ചയായ വിജയം സമ്മാനിച്ചുകൊണ്ടേയിരുന്നു. കുഞ്ഞാലി വെടിയേറ്റ് കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് 1970-ൽ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസിൻ്റെ MP ഗംഗാധരൻ CPIM-ന്റെ VP അബൂബക്കറിനെ അട്ടിമറിച്ച് മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ കന്നി വിജയം സ്വന്തമാക്കുന്നു. 77-ലാണ് ആര്യാടൻ ആദ്യമായി നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തുന്നത്. 1980-ലായിരുന്നു രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട് 10 ദിവസത്തിനകം C ഹരിദാസ് ആര്യാടൻ മുഹമ്മദിന് വേണ്ടിയിട്ട് MLA സ്ഥാനം രാജിവെച്ചു. കോൺഗ്രസ് U നേതാവായിരുന്ന C ഹരിദാസ് തോൽപ്പിച്ചത് കോൺഗ്രസ് I നേതാവായിരുന്ന ഇന്നത്തെ CPIM-ന്റെ നേതാവായിട്ടുള്ള TK ഹംസയെയാണ് അന്ന് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 1980-ലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസ് U, ആ U ടിക്കറ്റിലാണ് ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസ് I-ലെ MR ചന്ദ്രനെ തോൽപ്പിക്കുന്നത്.
1982 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴേക്കും രാഷ്ട്രീയ രംഗം കീഴ്മേൽ മറിഞ്ഞ് ടി കെ ഹംസ ഇടത് സ്വതന്ത്രനായും ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായും പോരാട്ടത്തിനിറങ്ങി. കടുത്ത പോരാട്ടത്തിൽ ടി കെ ഹംസ ആര്യാടനെ തോൽപ്പിച്ച് അട്ടിമറി വിജയം നേടി നിയമസഭയിലെത്തുന്നു. 1987 ദേവദാസ് പൊറ്റക്കാടിനെ തോൽപ്പിച്ച് നിയമസഭയിലെത്തിയ ആര്യാടന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. 2016 വരെ വിജയം തുടർന്ന ആര്യാടൻ 2016 മത്സര രംഗത്ത് നിന്ന് മാറി മകൻ ആര്യാടൻ ഷൗക്കത്തിനെ രംഗത്തിറക്കി. പഴയ കോൺഗ്രസുകാരനായിട്ടുള്ള PV അൻവറിനെ സ്വതന്ത്രനായി മത്സരിപ്പിച്ച LDF 29 വർഷത്തിന് ശേഷം സീറ്റ് തിരിച്ചു പിടിച്ചു. 2021 വിജയം ആവർത്തിച്ചപ്പോൾ നിലമ്പൂരിൽ തകർന്നത് കോൺഗ്രസിന്റെ കുത്തകയാണ്. നിലമ്പൂരിലെ മണ്ഡല ചരിത്രം ഇങ്ങനെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്വതന്ത്രനായിട്ടുള്ള PV അൻവർ 77,858 വോട്ടും UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിന് 66,354 വോട്ടും NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗിരീഷ് മേക്കാവട്ടിന് 12,284 വോട്ടും SDPI സ്ഥാനാർത്ഥി കെ ബാബുമണിക്ക് 4,751 വോട്ടുമാണ് ലഭിച്ചത്. അൻവറിന് 11,504 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. 2021 നിലമ്പൂരിൽ രണ്ടാം തവണയും LDF സ്വതന്ത്രനായി PV അൻവർ വെന്നിക്കൊടി പാറിച്ചത് വെല്ലുവിളിയെ അതിജീവിച്ചായിരുന്നു എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. അപ്പോഴും മുൻ കോൺഗ്രസുകാരൻ എന്ന പ്രതിച്ഛായയിലായിരുന്നു അൻവറിന്റെ വിജയം, അല്ലാതെ സ്വന്തമായിട്ടുള്ളൊരു ലേബലല്ല എന്നുള്ളതാണ്. 2016 നേടിയ 11,504 എന്ന തിളക്കമാർന്ന ഭൂരിപക്ഷത്തിന് പക്ഷേ 2021 വൻ ഇടിവ് നേരിട്ടു. 2,794 വോട്ടിനാണ് അൻവർ അന്ന് ജയിച്ചത്. നിലവിലെ വോട്ടർമാരുടെ എണ്ണം 2,06,132 കേട്ടോ ഇപ്പോൾ നിലവിൽ നിലമ്പൂരിൽ. 2016 ആര്യാടൻ മുഹമ്മദ് പിന്മാറി മകൻ ആര്യാടൻ ഷൗക്കത്ത് മത്സര രംഗത്തിറങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ അന്ന് ഇടത് സ്വതന്ത്രനായി വന്ന കോൺഗ്രസുകാരനായിരുന്ന PV അൻവറിലൂടെ LDF മണ്ഡലം പിടിച്ചെടുത്തു എന്നും പറഞ്ഞു. അങ്ങനെ ആര്യാടൻ്റെ മകൻ തോറ്റു. 29 വർഷത്തിന് ശേഷം LDFന് മണ്ഡലം തിരിച്ചു പിടിച്ചു നൽകിയ PV അൻവറാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ LDFന്റെ മുഖമായി നിന്നത്. പക്ഷേ ആ അൻവർ ഇത്തവണ LDFന്റെ മുഖ്യ ശത്രുവാണ്. കളം മാറി രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ച് നിലമ്പൂരിൽ രാഷ്ട്രീയ പോരിനിറങ്ങുന്ന PV അൻവർ MLA സ്ഥാനം രാജിവെച്ച് ഒഴിവ് നികത്തുവാനുള്ള ഉപതെരഞ്ഞെടുപ്പിനാണ് നിലമ്പൂരിൽ കളമൊരുക്കിയത് എന്നുള്ളതാണ്. മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾ UDFന്റെയും 2 പഞ്ചായത്തുകളും നഗരസഭയും LDFന്റെയും കൈവശമാണിപ്പോൾ. നിലമ്പൂർ നഗരസഭയിൽ അക്കൗണ്ട് തുറക്കാനായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ശ്രദ്ധേയമായ ഒരു നേട്ടവുമായിരുന്നു. വനനിയമ ഭേദഗതി, കാർഷിക പ്രശ്നങ്ങൾ എന്നിവയൊക്കെ UDFും BJPയും മണ്ഡലത്തിൽ ചർച്ചാ വിഷയമാക്കാൻ പോവുകയാണ്. നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ പാത എന്ന സ്വപ്ന പദ്ധതിയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകാനാണ് സാധ്യത എന്ന് പറയപ്പെടുന്നത്. നിലമ്പൂർ ബൈപ്പാസിന് തുക അനുവദിച്ചതും മറ്റ് വികസന വിഷയങ്ങളും LDFും ചർച്ചയാക്കും. പക്ഷേ റോഡിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി കൂടി പറയേണ്ടി വരും എന്ന് മാത്രം. അതേസമയം നിലമ്പൂരിലെ CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് പറയപ്പെടുന്ന വെള്ളിയാഴ്ച ഉണ്ടായേക്കാം. നിലമ്പൂരിൽ പൊതുസമ്മതനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാകും CPM മത്സരിപ്പിക്കുവാൻ പോകുന്നത്. തോമസ് മാത്യു, P ഷബീർ, ഷെറോണ റോയ്, കൂടാതെ M സ്വരാജ്, മുൻ രാജ്യാന്തര ഫുട്ബോളറും കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമൊക്കെ ആയിരുന്ന U ഷറഫ് അലി തുടങ്ങിയ പേരുകളാണ് നിലമ്പൂരിൽ പ്രധാനമായിട്ടും CPM മുന്നോട്ട് വെക്കുന്നത്. പൊതു സ്വതന്ത്രനെയാണ് നിർത്താൻ CPM തീരുമാനിച്ചാൽ അത് മറ്റാരുമായിരിക്കില്ല, ഫുട്ബോൾ താരം ഷറഫ് അലിയാകും സ്ഥാനാർത്ഥി. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് നിലമ്പൂരിൽ കുറച്ച് വിയർക്കേണ്ടി വരും. കാരണം മലപ്പുറത്തുകാർക്ക് ഫുട്ബോൾ ഒരു വികാരമാണ്. അതുപോലെ ഷറഫ് അലിയും അവരുടെ സ്വകാര്യ അഹങ്കാരമാണ്. അങ്ങനെ വന്നാൽ, അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില കണക്കുകൾ ഉണ്ടായിരുന്നു. അതായത് 10,000-വും 15,000-ത്തിലും അധികം വോട്ടുകൾക്ക് ഷൗക്കത്ത് ജയിക്കുമെന്നുള്ളത്. അതിനൊരു ചെറിയ വ്യത്യാസം വന്നേക്കാം. ഒരു 8,000-10,000-ത്തിനകത്തുള്ള ഒരു ലീഡിലായിരിക്കും ഷൗക്കത്ത് ജയിക്കുന്നത്. BJPക്ക് സാധ്യതയില്ലാത്ത മണ്ഡലമായതിനാൽ BJP തുടക്കം മുതൽ തന്നെ മത്സരിക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കാതിരിക്കുന്ന ഒരു മണ്ഡലമാണ്. എന്നാൽ 45.5% ഹിന്ദു വോട്ടും 10.5% ക്രൈസ്തവ വോട്ടും നിലമ്പൂരിൽ ഉണ്ടായിട്ടും സ്ഥാനാർത്ഥിയെ നിർത്താത്തത് BJPക്ക് വലിയ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്തുകൊണ്ടും നിലമ്പൂർ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ചൂടും ചൂരുമുള്ള മണ്ഡലമാണ്, അതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ വിജയവും അവർക്ക് തന്നെയാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ കോൺഗ്രസിന് വിജയിക്കണമെങ്കിൽ സമീപകാലത്തൊക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു മാതൃകയുണ്ടല്ലോ, ആ മാതൃകയിൽ മുതിർന്നവർ മുതൽ താഴെത്തട്ടിലുള്ളവർ വരെ
നീളുന്ന ഒരു നേതൃനിര തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കണം. പുതുപ്പള്ളി, തൃക്കാക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയകരമായി പരീക്ഷിച്ച ടീം വർക്ക് ഉണ്ടല്ലോ, ആ ടീം വർക്ക് നിലമ്പൂരിലും തുടരണം. ഏതാനും ബൂത്തുകൾ ചേർന്ന ക്ലസ്റ്റർ, പഞ്ചായത്ത്, നിയോജക മണ്ഡലം എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ നേതാക്കൾക്ക് ചുമതല നൽകണം. ആ ചുമതലയിലായിരിക്കണം അവർ മുന്നോട്ട് അവരെ നയിക്കേണ്ടത്. മാത്രമല്ല MP-മാർ, MLA-മാർ, KPCC ഭാരവാഹികൾ അടക്കമുള്ളവരെല്ലാവരും വരും ദിവസങ്ങളിലൊക്കെ നിലമ്പൂരിലെത്തി ചുമതല ഏൽക്കേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, കൂടാതെ വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഏകോപനത്തോടുകൂടി മുന്നോട്ട് പോയാൽ വിജയം സുനിശ്ചിതമാണ് UDF എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടാതെ KPCCയുടെ മുൻ പ്രസിഡന്റുമാർ, മുതിർന്ന നേതാക്കൾ, കൂടാതെ തിരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങൾ എന്നിവരുടെയൊക്കെ അകമഴിഞ്ഞ സഹകരണവും കൂടിയായാൽ നിലമ്പൂരിൽ കോൺഗ്രസിന് മടങ്ങി വരാനാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലാതെ കോൺഗ്രസിലെ പാലം വലിക്കുന്ന പഴയ രീതിയിലാണ് ഇനിയും മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇനി ഒരിക്കലും മടങ്ങി വരാനും ഈ കോൺഗ്രസിന് കഴിയില്ല എന്ന് പറയട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.